നമ്മൾ മുന്നേ കണ്ട ആ പിങ്ക് മോസ്കിലേക്ക് നമ്മൾ എൻട്രി നടത്താൻ പോവുകയാണ്. ഇതൊരു ദേവാലയമാണ്. സോ വി ഹാവ് ടു കീപ് പ്രൊസീജിയേഴ്സ് വെൽ മാനേർഡ്. ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ ചുമ്മാതെ അകത്തേക്ക് പോകാൻ പറ്റത്തില്ല. കുറച്ച് ഡ്രസ്സൊക്കെ അവർ പറയുന്ന ഡ്രസ്സ് നമ്മൾ ധരിക്കേണ്ടി വരും. നമ്മുടെ ഇത് രജിസ്റ്റർ ചെയ്യണം. ഈ മോസ്കിൽ കയറണമെങ്കിൽ ഇവിടുത്തെ ടൂറിസ്റ്റ് രജിസ്ട്രേഷൻ ഇവിടെ QR കോഡുണ്ട്. ഈ QR കോഡ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇനി രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, നമ്മൾ നെയിം കൊടുക്കുക. ഈ നെയിം ഇവിടെ കൊടുക്കുക. അതെ, ലാസ്റ്റ് നെയിമും. ലേഡീസിന് ഈ കാണുന്ന രീതിയിലുള്ള ഒരു കോട്ട് വെയർ ചെയ്യണം. അതിനുവേണ്ടിയുള്ള ക്യൂ ആണ്. ജെൻസിന് പ്രശ്നമല്ല. ജെൻസ് വിത്തൗട്ട് കയറാം. ഈ മോസ്കിൽ കയറണമെങ്കിൽ അതേപോലുള്ള റെഡ് പർദാസ് വെയർ ചെയ്യണം. ഈ പർദാസിൽ ഇപ്പോൾ നിമ്മിയുടെ പർദ ഏതാണെന്ന് എനിക്ക് ഐഡിയ ഇല്ലാതായി പോയി. ഓക്കെ, നിമ്മി തിരിഞ്ഞു പോയപ്പോൾ അത് പർദ ഏത് പർദയില്ല, നിമ്മി ഏതാണെന്ന് എനിക്ക് അറിയാതായി പോയി. ഈ കാണുന്നതാണ് പിങ്ക് മോസ്ക്. പുത്രജയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന പിങ്ക് മോസ്ക്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. അമ്മേ, മോസ്കിൻ്റെ കൺസ്ട്രക്ഷൻ ഒരു രക്ഷയില്ലാത്തത്. ഭയങ്കര വലിയൊരു മോസ്കാണത്. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ നമ്മുടെ പാദരക്ഷകളെല്ലാം ഇവിടെ അയച്ചു വെക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിലെ കാണുന്ന പോലെ ഇവിടെ ഒരു ഡൊണേഷൻ ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരു വഞ്ചിപ്പെട്ടി. എൻട്രൻസ് ഫോർ ടൂറിസ്റ്റ്. ദിസ് ഇസ് എ വർഷിപ്പ് പ്ലേസ്, സോ വി ഷുഡ് ബി മോർ റെസ്പെക്ട്ഫുൾ ആൻഡ് ക്വയറ്റ്. ഇവിടെ ഉള്ളതെല്ലാം ഈ വെച്ചേക്കുന്നതെല്ലാം ഇസ്ലാമിനെ പറ്റിയും ഇസ്ലാമിൻ്റെ ബിലീഫ്സിനെ പറ്റിയും വാട്ട് ഈസ് ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ തോട്ട്സ് അതിനെപ്പറ്റിയൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അത് ഒരുപാട് വെൽ ഫ്ലോ ചാർട്ടൊക്കെ വരച്ച് പിറ്റോഗ്രാഫിക്കലായിട്ടൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്നത് ഹൗ ടു പ്രേ, അവരുടെ പ്രേയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഇട്ടേക്കുന്ന ലൈറ്റും ഉണ്ടോ? എന്തോ വലിയ ലൈറ്റാണ് ചെയ്യുക. ഇവിടെ ഫാൻ വെച്ചിട്ടുണ്ട്. നല്ല ചൂടാണ് ഇപ്പം. ആ ചൂടിന് ഒരു സൊല്യൂഷനായിട്ട് ഈ ഫാൻ അത്യാവശ്യമായിട്ട് വേണം. എൻ്റെയൊക്കെ കോല ഇപ്പം കാണണം. വെയിലടിച്ച്
ഞാനൊക്കെ വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. നല്ല വാർഷിപ്പാണ്. ഒരുപാട് സൗണ്ട് വെച്ച് സംസാരിക്കാൻ പറ്റില്ല. മുന്നേ പറഞ്ഞ പോലെ വി ഹാവ് ടു റെസ്പെക്ട് ദ പ്രൊസീജിയേഴ്സ് ആൻഡ് റിലീജിയസ്. ഈ മോളിൽ കാണിച്ചിരുന്ന ഗോപുരം നല്ല ഗൈസ്, ഞാൻ കാണിച്ചത് നോക്കിയേ. നമ്മൾ മുമ്പ് കണ്ട മകുടം ഉണ്ടല്ലോ, ആ മകുടത്തിൽ ചെയ്തേക്കുന്ന വർക്കാണ് ആ കാണുന്ന വിൻഡോ ആണ്. അതിൻ്റെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് വീഡിയോയിൽ എത്രമാത്രം കാണിക്കാൻ പറ്റുന്നില്ല. നല്ല രസമായിട്ടാണ്, ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. അതായത് ബ്ലൂയിഷും യെല്ലോയിഷും ആയിട്ടുള്ള ഗ്ലാസ് ക്രിസ്റ്റൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് മുകളിൽ ഒരു നിലയും കൂടെ ഉണ്ട്. ഭയങ്കര പൊക്കമാണ്, ഹൈറ്റാണ്. ആൾക്കാരൊക്കെ നിസ്കരിക്കുന്നുണ്ട്. സോ വി ഹാവ് ടു അഗൈൻ ഐ എം ടെല്ലിങ്, ഇവിടെ വരുന്നവർ നല്ല ഷുഡ് ബി എ സൈലൻസ് ആൻഡ് റെസ്പെക്ട് ദ പ്രൊസീജിയേഴ്സ്. അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവാൻ പാടില്ല. വി ആർ ടൂറിസ്റ്റേഴ്സ്, വി ടേക്ക് ദ ഫോട്ടോഗ്രാഫ്സ്, വീഡിയോസ് ആൻഡ് വി ഹാവ് ടു ഡു ദാറ്റ്. സോ ഫോട്ടോ എടുക്കും. ഈ പിങ്ക് മോസ്കിൻ്റെ സൈഡിൽ തന്നെ ഒരു കിടിലൻ വ്യൂ ഉണ്ട് ഗൈസ്. ഇത് കണ്ടോ, ഗാർഡനും നമ്മൾ മുന്നേ കണ്ട പുത്രജ ഗവൺമെൻറ് ഓഫീസ് ബിൽഡിംഗ് ആണ് കാണുന്നത്. ഇതുണ്ട് ലേക്ക്, അതാ മാൻമെയ്ഡ് ആർട്ടിഫിഷ്യൽ ലേക്ക്. അതിൻ്റെയൊക്കെ ഒരുപാട് ആ അറ്റത്തിൽ നിന്ന് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല. ബട്ട് ഈവൻ ദോ നല്ല വെയിലുണ്ട് ഗൈസ്. ആ മെയിൻ വ്യൂ നോക്കിയേ. പള്ളിയുടെ ഒരു രക്ഷയില്ല എൻ്റെ കൺസ്ട്രക്ഷൻ. നല്ല ഹൈറ്റ്, ഒരുപാട് നല്ല രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. மினிஸ்டர் ஆஃப் ஃபினான்ஸில் பில்டிங் அல்ல இப்போ இந்த டைம் தான் நீங்கள் பார்த்துட்டு இந்த டைம் நான் ஆப்ஷன் பார்க்குறேன். எந்த ரெஸ்டாரண்ட்டில் கொடுக்க முடியும்னு பார்க்குறேன், செக் பண்ணுறேன். செக் பண்ணுறேன். ഓഫീസ് ഫംഗ്ഷനൊക്കെ നടക്കുമല്ലോ. ഓക്കെ പരേഡ് നടക്കാൻ എല്ലാത്തിനും നേരെ കാണുന്നത് കൺവെൻഷൻ സെൻറ്റർ. ഓക്കെ, അങ്ങ് ലാസ്റ്റ് കാണും അല്ലേ? ലാസ്റ്റ് കാണും. എല്ലാം രണ്ട് സൈഡിലും ഗവൺമെൻറ് ഓഫീസിലാണ്. ഇമിഗ്രേഷൻ ഓഫീസ്. ഓക്കെ, ഇതാണ് ഇമിഗ്രേഷൻ ഓഫീസ്. ഇതേപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും റോഡ്. അത് കറങ്ങി. ഇത് മോസ്കോ ആണോ അല്ലേ? അല്ലല്ല, അത് വന്ന് ഫോർട്ടാണ്. ആ, പ്രശ്നമല്ലല്ലേ അതെ. ഹലോ ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ ഇഷ്ടാന കസാക്കിമാൻ. ഇത് കസാക്കിമാൻ ഹക്കിമാൻ. ഓക്കെ, ഇത് ഹൈക്കോർട്ടാണ്, ഇവിടുത്തെ മലേഷ്യൻ ഹൈക്കോർട്ടാണ്.
മലേഷ്യൻ ഹൈക്കോർട്ടൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ട് കൊട്ടാരം പോലെ ബിൽഡ്. ഭയങ്കര ഹൈജീൻ. നോക്കി ആ ഏരിയ ഒക്കെ നോക്കിയേ. അപ്പം നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇനി സുഖമായിട്ടോ എന്താ പരിപാടി? വേറെ കുറച്ച് പരിപാടികളുണ്ട്. അടുത്ത പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ആണല്ലേ? അല്ലല്ല, വേറെ അല്ലാതെ കുറച്ച് ഉണ്ട്. ഓക്കെ ഓക്കെ. നമ്മളിവിടെ തിരിക്കുകയാണ്. ഓക്കെ. തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇതേ കണക്കായിരിക്കും ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളെല്ലാം. ഓക്കെ. ബ്രിഡ്ജുകൾ നമ്മൾ കുറച്ച് മുമ്പല്ലേ ഹാങ്ങിങ് ബ്രിഡ്ജില്ലേ, അതേപോലെ 6 ബ്രിഡ്ജുണ്ട്. ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ബിൽഡിങ്ങിൻ്റെയും സറൗണ്ടിങ്സ് അവർ മരം നട്ട് വളർത്തിയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ആ ബിൽഡിംഗ് പണിയുമ്പോൾ മഴ അടിച്ച് പൊളിച്ച് കളയും. എല്ലാവരും പറയുന്നതാണ്, ഞാനും ജസ്റ്റ് ഈ വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞു. ഓ ഇതൊക്കെയില്ല കേട്ടോ. ഇതൊരു ആർച്ചാണ്. ഇത് മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രിയിലുണ്ടല്ലേ, അവരുടെ ബിൽഡിംഗ് ആണ് 2 സൈഡിലും. ഓക്കെ. അവരാണ് ഈ പള്ളി പണിത്. അതിൻ്റെ റൂഫ് കംപ്ലീറ്റ് സ്റ്റീലാണ്. ഓക്കെ ഓക്കെ. സ്റ്റീൽ മോസ്ക് എന്ന് പറയും, പുത്രഗയ സ്റ്റീൽ മോസ്ക് എന്ന് പറയും. അതിന് ആർച്ചാണ്. ഈ ആർച്ചിൽ ഒരു ലിഫ്റ്റാണ്. ഓക്കെ. ഈ 2 ബിൽഡിങ്ങിലും കൂടെ കണക്ട് ചെയ്ത ഒരു ലിഫ്റ്റ് ഉണ്ട്. 2 സൈഡിലും ലിഫ്റ്റ് ഉണ്ട്. ഓക്കെ. ആ ലിഫ്റ്റിൽ കയറി 2 ബിൽഡിങ്ങൊക്കെ ഓഫീസുകളിലേക്ക് പോകാം. പിന്നെ അതിനകത്തൊരു ഇത് എക്സിലേറ്ററും ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അതിൻ്റെ ആർച്ച് കൊടുത്തിട്ട് ആ ആർച്ചിന് വെറുതെ കൊടുക്കേണ്ട നല്ല രസമുണ്ട്. കർബദനാൻ പുത്രജയ, ഇതാണ് സ്റ്റീൽ മോസ്കാണ്. ഇതിൽ ലിഫ്റ്റും എല്ലാം ഉണ്ട്. ഇതിൽ ആൾക്കാർ എൻട്രി ഉണ്ടല്ലേ? ആൾക്കാർ മേളിൽ കയറി അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി കോലാലംപൂരിലേക്ക് പോവുകയാണ്. അല്ലെ നിങ്ങൾ എവിടെ നോക്കിയാലും മരങ്ങളാണ്, തണലാണ്, ഫുൾ തണലാണ്. ഇപ്പം നമ്മൾ പോയ പുത്രജയിൽ മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ നമുക്കവിടെ മരങ്ങൾ വെക്കാനുള്ള സ്ഥലങ്ങളില്ല, സ്പേഷ്യസ് ഇല്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും മരങ്ങളാണ്. சரி, எங்கே இருக்குது மொபைல் ரெஸ்டாரண்ட், வெஜிடேரியன் ரெஸ்டாரண்ட் எங்கே இருக்குது? மத்தியானம் வெஜிடேரியன் எங்கே கொடுக்கலாம்? ലൈൻ ടെമ്പിൾ വയനാട്. ഇതെല്ലാം പുത്രജയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏരിയാസാണ്. ആ ഏരിയാസ് അവർ അത്രയും മനോഹരമായി കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ മൊത്തം ഞാൻ കണ്ടതിൽ ഫുൾ ഗാർഡൻസും മരങ്ങൾ, ഇവിടെ ഒന്നും അത്രയ്ക്ക് ബ്യൂട്ടി ആയിട്ട് നമ്മൾ ആ ഒരു കാര്യങ്ങൾ അവർ കീപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്കിവിടെ വന്ന് കണ്ടുപഠിക്കാം പലരും. ഡിന്നർ വന്ന് വേറെ എങ്ങനെയാவது பார்க்க சொல்லுங்கள். டின்னர் வந்து இங்கே வெள்ளை சில ஓடணும். நீங்கள் கேட்டு சொல்லுங்கள். டின்னர் என்ன டின்னர் நான் வேணுமா வெஜ் வேணுமா கேட்டு சொல்லுங்கள். கேட்டுட்டு எந்த ரெஸ்டாரண்ட் சொல்லுங்கள். ഫുൾ ഗാർഡൻ മരങ്ങൾ നോക്കി. ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ മൊത്തം മരങ്ങളാണ്. ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നവർക്ക് തന്നെ നല്ല ഫാനൊന്നും അവിടെ AC ഒന്നും വെക്കേണ്ടി വരത്തില്ല. കാരണം അതിൻ്റെ അകത്ത് നല്ല കാറ്റുണ്ടാവും. കണ്ട ആദ്യമേ വന്നപ്പം കയറിയ ബ്രിഡ്ജ് നമ്മൾ തിരിച്ചു പോവുകയാണ്. സൈഡൊക്കെ ഫുൾ ടൂറിസ്റ്റ് ബസ് ഇവിടെ നടന്നു. അതെ. മകുടം മാത്രമല്ലേ
ഇവിടുന്ന് കിട്ടുന്നില്ല, അത് നല്ല വീട് കിട്ടുന്നില്ല. ആൻറ്റി കറപ്ഷൻ ഓഫീസാണ്. ദൂരെ കാണുന്ന ബ്ലാക്ക് ബിൽഡിംഗ് ആണ് ആൻറ്റി കറപ്ഷൻ്റെ ബിൽഡിംഗ് ആണ്. മിനിസ്റ്റർമാരെയൊക്കെ കൊണ്ട് ചോദിക്കുന്ന അവിടെ. അടുത്തിരിക്കുന്ന എല്ലാം ഫ്ലാറ്റ് ആണല്ലേ? ഈ കാണുന്ന എല്ലാം ഫ്ലാറ്റ് ആണ്. ഇതൊക്കെ ഗവൺമെന്റ് ഫ്ലാറ്റ് ആണോ? ഗവൺമെന്റ് എല്ലാം ഗവൺമെന്റ് കോട്ടേജസ് ആണ്. ക്വാർട്ടേഴ്സ് ആണ്. ഇവിടെ ഞാൻ വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചു വെച്ചാൽ ഇവിടെ ഹോണടി വലുതായിട്ട് വന്നിട്ടില്ല. വലുതായിട്ടില്ല ഒട്ടും ഒരുപാട് കാര്യം ഫോൺ അടിക്കാറില്ല. ഹോൺ അടിക്കാന്ന് ഞാൻ കേട്ടില്ല. മുന്നേ നമ്മൾ വന്ന സമയത്ത് ആ ബ്രിഡ്ജിന്റെ അവിടെ ഫ്രീ ലെഫ്റ്റ് തിരിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ കേട്ടത്. അത് അങ്ങനെ ആരും അടിക്കാറില്ല. എനിക്കറിയാം മുമ്പിൽ നിൽക്കുന്നതിന് പോകാറുണ്ട്, പക്ഷെ നമ്മളതിനെ ഫോൺ അടിച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ട. അതാണ് ഇവിടുത്തെ ഒരു മാനോസ്. സംഭവിക്കില്ല. യെസ്, നമ്മളിവിടെ ഫോൺ അടിക്കുമ്പോൾ അവരുടെ ഫോൺ നമ്പർ മൈൻഡ് എന്നാണ് നമുക്കറിയില്ല. അവൻ വന്ന് വാള് കൊണ്ടത് വെട്ടും. പിന്നെ അതിൻ്റെ പറഞ്ഞ നമ്മൾ ഇറങ്ങണം. ഹലോ ഗൈസ്, അങ്ങനെ ബുക്കിംഗ് ചെയ്തു, റൂം കിട്ടി. 606 മെട്രോ സ്റ്റാർ. 606 എവിടെയാണ്? 606 605 ഓക്കെ. അങ്ങനെ 606 എത്തി. നമ്മുടെ ഡീലക്സ് റൂം, സുപ്പീരിയർ കസ്റ്റമേഴ്സിനുള്ള റൂം എന്നാണ് തോന്നുന്നത്. റൂമുള്ള അങ്ങനെ റൂമിലേക്ക് കയറി. നല്ല റൂം, ഡീലക്സ് റൂമാണ്. ചെറിയ ഫ്രിഡ്ജൊക്കെ ഉണ്ട്. ഫ്രിഡ്ജിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഒന്നുമില്ല, കാലി ഫ്രിഡ്ജ്. നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ജ്യൂസൊക്കെ അതിൽ വെക്കേണ്ടി വരും. കോഫി മേക്കർ ഉണ്ട്, ടിഷ്യൂ ഉണ്ട്, ഫോണുണ്ട്, വിൻഡോ വ്യൂ ഒക്കെ ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ വാഷ്റൂം കാണിച്ചു കൊടുക്കാൻ പോകുന്നുള്ളൂ. ഇവിടെ വലിയൊരു കണ്ണാടിയുണ്ട്. വാഷ്റൂമൊക്കെ നല്ല ക്ലീനാണ്. കാണിച്ചു തന്നത്. നമ്മൾ നിൽക്കുന്നത് മെട്രോ സ്റ്റാർ എന്ന് പറയുന്ന ഹോട്ടലാണ്. അതെ, 3 സ്റ്റാറാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഓക്കെ ഗൈസ്, ഞങ്ങൾ ഭയങ്കര ടയർഡാണ്. അതെ, ഉറങ്ങണം. ഒരുപാട് കാര്യങ്ങൾ. ഇനി ഈവനിങ് അടുത്ത പരിപാടിക്ക് പോകണം. 7 മണിയാകുമ്പോൾ റെഡി ആകാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാവും. അപ്പം ബൈ ബൈ.